ഓപ്പറേഷൻ സിന്ദൂറിന്റെയും ഓപ്പറേഷൻ മഹാദേവിന്റെയും വിജയത്തിൽ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി NDA പാർലമെന്ററി പാർട്ടി യോഗം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ NDA എംപിമാർ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. വിവരങ്ങളുമായി ജിഷ്ണു, NDA പാർലമെന്ററി പാർട്ടി യോഗം ഡൽഹിയിൽ സമാപിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? പാർലമെന്റിന്റെ ലൈബ്രറി ബിൽഡിംഗിലാണ് NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിട്ടുള്ളത്. രാജ്യസഭയിലെയും ലോക്സഭയിലെയും NDA എംപിമാരെല്ലാം തന്നെ ആ യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ ഒപ്പം ഓപ്പറേഷൻ മഹാദേവിന്റെയും വിജയത്തിൽ ഏകകണ്ഠമായൊരു പ്രമേയം NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം പാസ്സാക്കിയിട്ടുള്ളത്. കൂടാതെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എംപിമാർ ചേർന്ന് അഭിനന്ദിച്ചു. കൂടാതെ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് NDA പാർലമെന്ററി പാർട്ടി യോഗം അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയുമാണ് അജണ്ടകൾ ഇന്ന് NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നടന്നത്. കൂടാതെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് രാജ്യത്ത് ജഗ്ദീപ് ധൻഖർ രാജിവെച്ച ഒഴിവിലേക്ക് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 21-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. അതുകൊണ്ട് NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരാകണം എന്നതിലുള്ള ചർച്ചയും യോഗത്തിലുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ചൊരു പ്രാഥമികമായ കൂടിയാലോചനകൾ നേരത്തെ ചേർന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷാ, JP നദ്ദ, രാജ്നാഥ് സിംഗ് കൂടാതെ NDAയുടെ കേന്ദ്രമന്ത്രിമാരും പങ്കെടുത്ത യോഗത്തിൽ അത് സംബന്ധിച്ചൊരു പ്രാഥമിക ചർച്ച നടന്നിരുന്നു. ഇന്ന് ചേർന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിലും അത് സംബന്ധിച്ചുള്ള ചർച്ചയുണ്ടായി. കൂടാതെ നിലവിൽ പാർലമെന്റിൽ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ബീഹാർ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പാർലമെന്റ് നടപടികൾ തുടർച്ചയായി പ്രതിപക്ഷം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നയങ്ങൾ സംബന്ധിച്ച് മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ചർച്ചയുണ്ടായി. അതിനപ്പുറത്തേക്ക് രാജ്യം അഭിമാനത്തോടെ ഓർക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ ഒപ്പം കഴിഞ്ഞ ദിവസം നടന്ന ഓപ്പറേഷൻ മഹാദേവ് എന്നിവയുടെ വിജയത്തിൽ ഏകകണ്ഠമായൊരു പ്രമേയം NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം പാസ്സാക്കിയിട്ടുണ്ട്. അനു. ശരി ജിഷ്ണു.